ഇന്നത്തെ ദിവസം മറ്റൊരു വിശേഷം കൂടിയുള്ളത് ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കരയിലെ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറക്കുക. വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി, ഇവിടെ തിരുവനന്തപുരത്ത് ഫുൾ പൊങ്കാല മൂടാണ്. അവിടെ ചോറ്റാനിക്കരയിലെ അവസ്ഥ എന്താണ്? തിരക്ക് തുടങ്ങിയോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ചോറ്റാനിക്കര ദേവിയെ കാണുന്നതിന് വേണ്ടി, മകം തൊഴുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വലിയ ചൂടാണ്. അതുകൊണ്ട് ചൂട് കൂടുമ്പോഴൊക്കെ ആളുകൾക്ക് ക്യൂ നിന്ന് ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കുടിവെള്ളം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അടിയന്തര ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ടർമാരുടെ സേവനമടക്കം എല്ലാം ഇവിടെ സജ്ജമാണ്. 2 മണിക്ക് ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ആളുകൾ. പടിഞ്ഞാറെ നടയിൽ കൂടിയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. അവിടെ രാവിലെ 6 മണി മുതൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നവരുണ്ട്. കാരണം 2 മണിക്ക് തുടങ്ങിയാൽ തന്നെ ദേവിയെ തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ട്, അത് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും രാവിലെ നമ്മൾ പ്രതികരണം തേടുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ പുലർച്ചെ പുറപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ മകം തൊഴലിനും ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ, ഇതിന്റെ ദേവിയുടെ ഒരു ഐതിഹ്യം വെച്ച് ഒരു മകം തൊഴുതാൽ അടുത്ത മകം തൊഴലിന് മുൻപായി എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് ദേവി സാധിച്ചു തരുമെന്നൊരു വിശ്വാസത്തിലാണ് പലരും ഇവിടേക്ക് വരുന്നത്. ആ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതെന്നാണ് ഇവിടെ എത്തുന്ന ഭക്തർ, വിശ്വാസികൾ പറയുന്നത്. ഈ പ്രവേശനം ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ഇത്തവണ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും പടിഞ്ഞാറെ നടയിലൂടെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. ഈ വടക്കേ പൂരപ്പറമ്പിന്റെ ഇടയിലുള്ള ബാരിക്കേഡിലൂടെയാണ് പുരുഷന്മാർക്കും ഒപ്പം കുടുംബമായി വരുന്നവർക്കുമൊക്കെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ നീണ്ട ക്യൂ തന്നെയാണ്. രാവിലെ നമ്മൾ ഇവിടെ എത്തി ലൈവ് തരുമ്പോൾ ഇത്രയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കൂ, നല്ല ക്യൂ ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് വേണ്ടി, രാവിലെ ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി. 3 നേരവും, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, ഈ 3 നേരവും ദേവി പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. രാവിലെ ശാന്തസ്വരൂപിയായ സരസ്വതിയും, ഉച്ചയ്ക്ക് ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയും, വൈകിട്ട് നീല നിറത്തിൽ നീല പട്ടണിഞ്ഞ ദുർഗാദേവിയും. അങ്ങനെ 3 രൂപങ്ങളിലാണ് ദേവിയെ ഇന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു ദേവിയെ നമുക്ക് ദർശിക്കാൻ കഴിയുക. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം 2 അതിഥികൾ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ എത്താം. മാളികപ്പുറം സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും ഒപ്പം സംവിധായകൻ മോഹനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. എല്ലാ പ്രാവശ്യവും മകം തൊഴലിന് വരാറുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ മുടങ്ങിയിട്ടില്ല മകം. ഇപ്പൊ ഞാൻ 15 വർഷം ഇവിടെ താമസമാണ് ചോറ്റാനിക്കര. അപ്പം മുടക്കാറില്ല. ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തും. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം ദേവി നടത്തി തരുന്നുണ്ട്. ഞാൻ എന്റെ എല്ലാ സിനിമകളിലും തിരക്കഥ പൂർത്തിയാക്കുന്ന ഇവിടെ ഇരുന്നിട്ടാണ്. മാളികപ്പുറത്തിന്റെ തിരക്കഥ മുഴുവൻ എഴുതിയത് ചോറ്റാനിക്കര ഇരുന്നിട്ടാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും ഭാഗ്യ സ്ഥലമാണ് ചോറ്റാനിക്കര. പിന്നെ ജീവിതത്തിലെല്ലാം തന്നിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ. അപ്പൊ അത്രയും വിശ്വാസമുണ്ട്. മുടക്കില്ല. ഫാമിലിയായിട്ട് എല്ലാവരും വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് മകം തൊഴാൻ വരുന്നത്. ആദ്യമായിട്ടാണ്. അതിന് ഒരു നിമിത്തമായി വന്നത് അഭിലാഷാണ്. കാരണം അഭിലാഷ് ഞാനും അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. അത് ചോറ്റാനിക്കര ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ മൂകാംബികയിൽ എല്ലാ വർഷവും പലതവണ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് അരവിന്ദിൻ്റെ സിനിമ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ അമ്മ തന്നെയാണ് എന്നെ ഇവിടെ അഭിലാഷിന്റെ മുന്നിൽ എത്തിച്ചതും ഞങ്ങളൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? വലിയൊരു ആഘോഷം, കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമാണെന്ന് പറയുമ്പോൾ കൂടിയും പുരുഷന്മാർ വരുന്നുണ്ട്, വർഷങ്ങളായി ഇവിടെ എത്തുന്നവരുണ്ട്. അത്രയേറെ വിശ്വാസമാണ് ആളുകൾ. ഉറപ്പായിട്ടും ഞാനിവിടെ തൊഴാൻ വരാറുണ്ട്. പക്ഷെ മകം ആയ ദിവസം ആദ്യമായിട്ടാണ് വരുന്നേ ഉള്ളൂ. ഇതൊരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. ഒരു അമ്മയുടെ ഒരു സ്രോതസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊരു അവസരം. അപ്പോൾ അടുത്ത സിനിമയും ചോറ്റാനിക്കര അമ്മയുടെ
അനുഗ്രഹത്താൽ വലിയ ഹിറ്റ് ആവട്ടെ. അത് കാരണം മാളികപ്പുറം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വലിയ ആഗ്രഹിച്ചിട്ടുണ്ട്, കാരണം ചോറ്റാനിക്കര ബേസ് ചെയ്തൊരു പടം ചെയ്യണമെന്ന്. അപ്പോൾ അരവിന്ദ് കഥയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മോഹനോട് ഒരു പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മോഹനോട് എൻ്റെ കഴിഞ്ഞ സിനിമ ആനന്ദ് ശ്രീബാല കണ്ടിട്ട് വിളിക്കുന്നതും സുമതിയുള്ളതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളത് തുടങ്ങി ഒരു നിമിത്തം പോലെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിലോ മെയിലോ ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റിൽ ഒരു വലിയ പടമായിരിക്കും. തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും തൃപ്തി കിട്ടുന്ന ഒരു സിനിമയായിരിക്കും ചോറ്റാനിക്കര. ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ മോഹനുമാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ അടുത്ത ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. വർഷങ്ങളായി ചോറ്റാനിക്കരയിൽ വന്ന് മകം തൊഴുന്ന ആൾ കൂടിയാണ് അഭിലാഷ് പിള്ള. അത്രയേറെ വിശ്വാസമുണ്ട്, തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ശ്രീജ, ഇപ്പോൾ മകം എഴുന്നള്ളിപ്പ്, ഈ പറകളെല്ലാം എടുത്തതിന് ശേഷം മക എഴുന്നള്ളിപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം മകം എഴുന്നള്ളിപ്പിന് ശേഷം ഈ ഇവിടെയുള്ള ഇപ്പോൾ ദർശനത്തിനായി നിൽക്കുന്നവരെല്ലാം, ഭക്തരെ എല്ലാം ഈ അങ്കണത്തിൽ നിന്നും പുറത്തേക്ക് ആക്കും. അതിനുശേഷം ബാരിക്കേഡ് കെട്ടി അവരെ പുറത്തേക്ക് ആക്കിയതിനു ശേഷമായിരിക്കും 2 മണിയോട് കൂടിയ അമ്പലം തുറക്കുകയുള്ളൂ. അതിന് മുന്നോടിയായി ദേവിയെ സർവാഭരണ വിഭൂഷിയായി ഒരുക്കി വെച്ചതിന് ശേഷമായിരിക്കും പിന്നീട് ഭക്തർക്ക് പ്രവേശനം നൽകുക. 2 മണി മുതൽ ഏകദേശം അവസാനത്തെ ഭക്തൻ കണ്ട് മടങ്ങുന്നത് വരെ ക്ഷേത്രം തുറന്നിരിക്കും. എങ്കിലും ഒരു 9:30-10 മണിയോട് കൂടി ക്ഷേത്രം അടയ്ക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഈ ദേവസ്വം ഭാരവാഹികളും വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അതിഗംഭീരമായിട്ടുള്ള ഒരു മകം തൊഴൽ തന്നെയാണ് വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി നടക്കുന്നത്. എന്തായാലും വലിയ തിരക്കാണ്. ഓരോ മിനിറ്റുകളും കഴിയുന്തോറും ഈ തിരക്കുകളുടെ എണ്ണം, ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ മുതൽ ഇവിടെ എത്തി ക്യൂ നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും വലിയ വിശ്വാസമാണ്. ശരി നവമി, എന്തായാലും അവിടെ നമുക്ക് വരും മണിക്കൂറുകളിലും അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം.